നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാക്ഷാൽ മഹാദേവനുമായി ബന്ധപ്പെട്ട് പരമശിവനുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ, സാക്ഷാൽ പരമശിവനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിന്തിപ്പിക്കുന്നതിന് കാരണമായി തീരാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് ചില പ്രതീക്ഷകൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് വാസ്തവം. ചില വാക്കുകൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം, പ്രതീക്ഷയായി ഒരു പ്രകാശം തെളിയുന്നു എന്നതാണ് വാസ്തവം. കാരണം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അത് യാദൃശ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളായി ഒരിക്കലും പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നു എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. അത്തരത്തിലൊരു ചിന്ത തന്നെയാണ് തീർച്ചയായും ഈ സമയം കാണുവാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതായത് പല കാര്യങ്ങളിലും നെഗറ്റീവായ ചിന്തകളുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. നെഗറ്റീവായ ചിന്തകൾ തീർച്ചയായും നിങ്ങളെ പല രീതിയിലും വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകേണ്ട അനുകൂലമായ കാര്യങ്ങൾ അത് നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾക്ക് പ്രചോദനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പോലും തോന്നാം. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും വെല്ലുവിളികൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത്തരം വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത് തെറ്റായ ഒരു ധാരണ തന്നെയാണ്. കാരണം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം. ആത്മവിശ്വാസം അല്ലെങ്കിൽ ദൈവികമായ വിശ്വാസം നിങ്ങളിലേക്ക് കൂടുതലായും കടന്നു വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം കൂടുതലായും പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകും എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ അത്തരം ചിന്തകളെ തരണം ചെയ്ത് ഈ സമയം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും ഒരു പരാജയം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
ഓരോ അനുഭവങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പാഠം പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ പാളിച്ചകൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും മാറിമറിഞ്ഞ് വരുന്നതായ സാഹചര്യമുണ്ട്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം അത് ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കണം എന്നില്ല, അല്ലെങ്കിൽ ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടാകണം എന്നില്ല. അത് മാറിമറിഞ്ഞ് വരുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തീർച്ചയായും അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. പ്രതീക്ഷകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് എങ്കിൽ ദോഷഫലങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചുവടുവയ്പും അത് കൃത്യതയോടെ നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചിന്തകൾ അത് കൃത്യതയോടെ നടത്തേണ്ടത് അനിവാര്യമാണ്. തെറ്റായ ചിന്തകൾ പാടുള്ളതല്ല. വളരെ സ്വാധീനം ചിന്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാം. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ വാക്കുകൾ അത് കൃത്യതയോടെ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ചിന്തകൾ അത് കൃത്യതയോടെ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. എന്നതുപോലെ തന്നെ പരാജയപ്പെട്ടു എന്നതിന് പകരം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൂടുതലായി ചിന്തിക്കേണ്ടതും എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി തന്നെ പല കാര്യങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായ പരിശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളിലും ഒരു വിജയം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് കാണുന്നു. ആ വിജയ സാധ്യത വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിക്കേണ്ടതാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സഹായം സിദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. നിങ്ങൾ ഈ സമയം പല കാര്യങ്ങളിലും ഒരു മനസമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ വില മതിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറന്ന് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമായി തീരും എന്നുള്ളതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഈ സമയം കൂടുതലായും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ചില തിരിച്ചടികൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പുതിയ അവസരം തുടക്കം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും ഒരു കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രവർത്തികൾ നടത്തുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ അത് തീരാത്തതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ അന്വേഷിച്ച് പല വിധത്തിലും പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ പലവിധ ചോദ്യങ്ങൾ അലയടിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഉത്തരം ലഭിക്കും. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലുള്ള ആ കാര്യങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ ചില അടയാളങ്ങൾ അത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷകളെ പലരും തകർക്കുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യം രൂപപ്പെട്ടു എന്ന് വരാം. എന്നാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിച്ചിരുന്നതായ കാര്യങ്ങൾ അത് പൂർണ്ണമായും, അതായത് തെറ്റായ ചില ധാരണകൾ അല്ലെങ്കിൽ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതായ തെറ്റായ ചില ധാരണകൾ ഒഴിവാക്കി ഈ സമയം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഹങ്കാരം തന്നെ നിങ്ങൾ പല വ്യക്തികളെയും അഹങ്കാരം ഇല്ലാതാക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രപഞ്ചം തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി തന്നെ ആത്മാവിനെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവാംശമായ ആത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം അപ്രതീക്ഷിതമായ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നതായ പല കാര്യങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുകയോ ചില കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമോ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത തുലവും കൂടുതൽ തന്നെയാണ്. ഈ സമയം നിങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ആത്മബന്ധം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കാവുന്നതാണ്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളെ ചതിക്കില്ല എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതായത് നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ആ സാഹചര്യം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചതിയിൽ നിന്നും രക്ഷ നൽകുന്നതായ കാര്യങ്ങളായി മാറാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലുമുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് ഒരു തിരിച്ചറിവ് കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ നിമിഷം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി പോവുകയാണ്. അത് ചില തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായതും സുന്ദരവുമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ തുടക്കത്തിനുള്ള സാഹചര്യങ്ങൾ കടന്നു വരികയാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും നിങ്ങളിൽ പലവിധ സംശയങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അതിൽ തങ്ങി നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഈ സമയം അസാമാന്യമായ ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ മൂർച്ചയുള്ളതായി തീരാം. ഇരുട്ടുകൾ അല്ലെങ്കിൽ അന്ധകാരം നിങ്ങളെ മുൻപിലുണ്ട് എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കുക എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു ആശ്വാസം, അത് താൽക്കാലികമായ ആശ്വാസമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്കൊരു പുനർജന്മം തന്നെയാണ് ലഭിക്കുക. ആശ്വാസകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം കാലം ചെല്ലുന്തോറും പലവിധ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനുഷ്യ ബന്ധങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാത്തതായ സാഹചര്യമുണ്ട്. തെറ്റായ ചിന്തകളോ നെഗറ്റീവായ ഊർജങ്ങളോ ആകാം. അത്തരം ചില കാര്യങ്ങളിൽ നിന്നും ഒരു മോചനത്തിലേക്ക് കടക്കുവാനുള്ള ചില വഴികൾ തെളിയാം. ഈ സമയം പല കാര്യങ്ങളിലും ആരെങ്കിലും ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ പോലും അതവർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയായതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. അതായത് പലരും പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം
നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിട്ടുണ്ട്. ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു ബോധ്യം വന്നു ചേരാം. തിരക്കുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ചില കാര്യങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കാതെ മുന്നോട്ട് പോകണം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ മനസ്സ് തീർച്ചയായും ശാന്തമാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ശാന്തതയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിന്റെ ആഴം അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറന്നു തന്നെ ഈ കാര്യങ്ങൾ, ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഈ സമയം ഉണർവിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. സമാധാനത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു മറ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയം നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും കൂടുതൽ ജാഗരൂകരായി ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ കണ്ണുകൾ പല കാര്യങ്ങളും കാണുവാനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം തെറ്റായ ചിന്തകൾ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് അദൃശ്യമായ ഭഗവാന്റെ വിളി തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഭഗവാൻ എന്താണോ നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പൂർണ്ണമായും ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടായി എന്ന് വരാം. അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ വിജയമായി തന്നെ പരാമർശിക്കുന്നത്. ഈ സമയം ഭഗവാന്റെ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില മിഥ്യാധാരണകളെ നിങ്ങൾക്ക് ഭേദിച്ച് മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ സമ്മതിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അദൃശ്യമായ ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങളെ പൊതിയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം തീർച്ചയായും ആ ശക്തിയുടെ വിളി കേൾക്കുവാൻ നിങ്ങൾക്ക് സമയമായി എന്ന് തന്നെ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കാം. നിങ്ങൾ തീർച്ചയായും ധൈര്യത്തോടെ തന്നെ മുന്നേറുക.